നമസ്കാരം. കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ ഗുരുവായൂരപ്പന്റെ അതിയായ വാത്സല്യം കൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി സത്സംഗവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ സാധിച്ചതാണ്. ഗുരുവായൂരപ്പന് അനന്തകോടി നമസ്കാരം പറയുന്നു. ശ്രീകൃഷ്ണ പാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണ പാദമനിശം ഹൃദി ഭാവയാമി. അപ്പോൾ ഇന്നലെ നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നല്ല, 2 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞ ഉത്തരങ്ങളും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ശരിയാണെന്നാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. കൃഷ്ണനാട്ടംകളിയുടെ രചയിതാവ് ആരാണ് എന്ന് ചിലർ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലർ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. മാനവേന്ദ്ര മഹാരാജാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാനവേദ മഹാരാജാവാണ് കേട്ടോ. സാമൂതിരി കോലത്തെ മാനവേദ രാജാവാണ് കൃഷ്ണനാട്ടം കളിയുടെ കൃഷ്ണഗീതി എന്ന പദങ്ങൾ രചിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ 8 കൃഷ്ണനാട്ടംകളികളാണ് ഉള്ളത്. ഇതിൽ ദാരിദ്ര്യ ദുഃഖ ശമനത്തിന് ഏത് കൃഷ്ണനാട്ടംകളിയാണ് ഷീട്ടാക്കേണ്ടത് എന്നായിരുന്നു എൻ്റെ ചോദ്യം. കൂടുതൽ പേര് ബാണയുദ്ധം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബാണയുദ്ധം എന്നത് അഭീഷ്ടകാര്യ സിദ്ധിക്ക് ആണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണോ അത് നമുക്ക് പറയാലോ. ദാരിദ്ര്യം മാറാനാണ് ഒരു ഭക്തൻ ബാണയുദ്ധം ഷീട്ടാക്കണതെങ്കിൽ ഭഗവാൻ അത് സ്വീകരിക്കും. അപ്പം അത് തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ പല ആളുകളും കുചേലവൃത്തം പറഞ്ഞിട്ടുണ്ട്. അതും തെറ്റാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ 8 കഥകളിലെ കുചേലവൃത്തം എന്ന ടൈറ്റിൽ ഇതിനും കൊടുത്തിട്ടില്ല കേട്ടോ. ഈ ടൈറ്റിൽ എങ്ങനെയാണ് കൺഫേം ചെയ്യണേന്നറിയോ? ഒരു കഥയിലെ ഏറ്റവും അവസാന ഭാഗം ഏതാണോ അതാണ് ആ കഥയുടെ ടൈറ്റിലായിട്ട് കൃഷ്ണനാട്ടംകളിയിൽ വരുന്നത്. ഇപ്പോൾ സ്വയംവരം കൃഷ്ണനാട്ടംകളി എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും ആദ്യം ഗുരുകുല വിദ്യാഭ്യാസമാണ് കാണിക്കുക. ഗുരുപുത്രനെ കൊണ്ടുപോയി കൊടുക്കുന്നത്. ആ കഥകളിലാണ് തുടക്കം വരുന്നത്. അതായത് കംസവധം കഴിഞ്ഞിട്ട് വരുന്ന സ്വയംവരം വരെയുള്ള ഭാഗങ്ങളെല്ലാം സ്വയംവരത്തിലാണ് വരുന്നത്. അതേമാതിരി നോക്കുമ്പോൾ വിവിധവധം കൃഷ്ണനാട്ടംകളിയാണ് കാർഷിക അഭിവൃദ്ധി, ദാരിദ്ര്യ ദുഃഖശമനം എന്നൊക്കെ പറഞ്ഞിട്ട് ഫലസിദ്ധി കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാ അങ്ങനെയെന്ന് ചോദിച്ചാൽ അതിലാണ് കുചേലവൃത്തം കഥ വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുചേലവൃത്തം എന്ന് പറഞ്ഞത് തെറ്റാന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ പക്ഷെ ആ ടൈറ്റിലല്ല, അതിന് വിവിധവധം എന്ന ടൈറ്റിലാണ് കേട്ടോ ആ കൃഷ്ണനാട്ടംകളിക്ക്. അപ്പോൾ കൃഷ്ണനാട്ടംകളിയുടെ രചയിതാവ് മാനവേദ രാജ. അതുപോലെ തന്നെ കൃഷ്ണനാട്ടംകളിയിലെ വിവിധവധം കൃഷ്ണനാട്ടംകളിക്കാണ് ആ ദാരിദ്ര്യ ദുഃഖ ശമനം എന്ന ആ ഒരു ഫലസിദ്ധി പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഞാൻ പറയുന്നത് ബലസിദ്ധി എന്നല്ല കേട്ടോ, ഫലസിദ്ധി എന്നാണ്. രണ്ടാമത്തെ ഭയാണ്. ആരോ അതും തിരുത്തി കണ്ടു, അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത്. ഫ എന്ന ആ ഒരു ഉച്ചാരണം ഇല്ല, ശരിക്കും ഭ എന്നാണ് പറയുക എന്നാണ് ആചാര്യന്മാർ പറഞ്ഞു കേട്ടിരിക്കുന്നത്. അതുകൊണ്ടാട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഇനി ആ മാനവേദ രാജാവിൻ്റെ കഥ അത് കേട്ടിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരെ കുറേ പേര് പുതിയ ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി കേട്ടോ. അവരാണ് കേൾക്കാത്തവരെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കുറേ തവണ പറഞ്ഞിട്ടുള്ള കഥയാണ് ആ കഥ. എന്നാലും ഒന്നും കൂടെ പറയുകയാണ്. ഒരിക്കൽ സാമൂതിരി കോലത്തെ മാനവേദ മഹാരാജാവിന് ശ്രീ ഗുരുവായൂരപ്പനെ നേരിട്ട് കാണാൻ വലിയ മോഹമായി. വില്ലുമംഗലം സ്വാമിയാരുടെ കാലത്തായിരുന്നു അത്. വില്ലുമംഗലം സ്വാമിയാർക്ക് എപ്പോൾ വേണമെങ്കിലും ഭഗവാനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കിയ അദ്ദേഹം ഒരിക്കൽ വില്ലുമംഗലം സ്വാമിയാരെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഉണ്ണികൃഷ്ണനെ ഒന്ന് കാണിച്ചു തരുമോ എന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ആഗ്രഹത്തിൻ്റെ ആ ഒരു കാഠിന്യം കണ്ട വില്ലുമംഗലം പറഞ്ഞു, എന്നെ തൊട്ട് അങ്ങോട്ട് നോക്കൂ. എങ്ങോട്ടാണ് നോക്കേണ്ടത്? ആ ഗുരുവായൂർ അമ്പലത്തിൽ ചുറ്റമ്പലത്തിൽ ഇപ്പോൾ കൂത്തമ്പലം നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് പണ്ടൊരു ഇലഞ്ഞി മരമായിരുന്നു എന്നും ആ ഇലഞ്ഞി മരത്തിൻ്റെ ചുവട്ടിലേക്ക് നോക്കൂ എന്നുമാണ് പറഞ്ഞത്. അതിൻ്റെ ചുവട്ടിലേക്ക് നോക്കിയപ്പോൾ അവിടെ നമ്മുടെ കുഞ്ഞുണ്ണികൃഷ്ണൻ അവിടെ ഇരുന്ന് കളിക്കുന്നതാണ് കണ്ടത്. അങ്ങനെ ഉണ്ണികൃഷ്ണനെയൊക്കെ കണ്ടാൽ എന്താ ചെയ്യാന്ന് ഞാൻ 2 ദിവസം മുമ്പ് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. എല്ലാവരും പറഞ്ഞ ഉത്തരവും ഞാൻ കണ്ടിരുന്നു കേട്ടോ. ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്ന എത്ര പേരാ പറഞ്ഞിരിക്കണേ. അതേപോലെ തന്നെയാണ് അന്ന് മാനവേദ മഹാരാജാവിനും സംഭവിച്ചത്. അദ്ദേഹം ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. അത് ആ സമയത്ത് ഭഗവാൻ മറഞ്ഞുപോയി, കാണാതെയായി. പക്ഷേ ഭഗവാന്റെ തിരുമുടിയിൽ ചൂടിയിരുന്ന ആ മയിൽപ്പീലി മാനവേദ രാജാവിൻ്റെ കയ്യിൽ കിട്ടുകയും അദ്ദേഹം ആ മയിൽപ്പീലി നോക്കിയിട്ടാണത്രേ ആ കൃഷ്ണനാട്ടംകളിയുടെ കൃഷ്ണഗീതി എന്ന പദങ്ങൾ ഓരോന്നും രചിച്ചത്.
അത് പിന്നീട് ഒരു ആർട്ട് ഫോമിലേക്കാക്കിയതാണ് കഥകളിയോട് വളരെയധികം സാമ്യമുള്ള കൃഷ്ണനാട്ടം കളി എന്ന ആ ഒരു കലാരൂപം. അത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രം നടക്കുന്നതാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രം ആളുകളെ, അതായത് കുട്ടികളെ, ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ട്രെയിൻ ചെയ്തെടുക്കുന്നതാണ് കൃഷ്ണനാട്ടം കലാകാരന്മാർ. ഇത് തന്നെ നമുക്ക് നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ വേണമെങ്കിൽ അവതരിപ്പിക്കാം. അതെങ്ങനെയാണെങ്കിൽ ഈ കൃഷ്ണനാട്ടം കലാകാരന്മാരെ ബുക്ക് ചെയ്തിട്ട് ഇവിടെ പുറംകളിക്ക് കൊണ്ടുപോകുക എന്ന് പറയും. പുറമേയുള്ള ക്ഷേത്രാങ്കണത്തിൽ മാത്രമാണ് കേട്ടോ, വേറെ എവിടെയും നടത്താൻ സാധിക്കില്ല. അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു കഥ വേണമെങ്കിൽ ഷീട്ടാക്കി കൊണ്ടുപോയിട്ട് അവതരിപ്പിക്കാവുന്നതാണ്. അങ്ങനെ ഷീട്ടാക്കി കൊണ്ടുപോകുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഷീട്ടാക്കാൻ 3000 രൂപയാണെങ്കിൽ പുറംകളിക്ക് അതിനേക്കാളും കൂടുതൽ തുക കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് കൃഷ്ണനാട്ടംകളിയെക്കുറിച്ച്. ഇനി 8 കൃഷ്ണനാട്ടംകളി ഏതൊക്കെയാണ് എന്നുള്ളത്: അവതാരം, കാളിയമർദ്ദനം, രാസക്രീഡ, കംസവധം, സ്വയംവരം, ബാണയുദ്ധം, വിവിധവധം, സ്വർഗാരോഹണം. അങ്ങനെയാണ് 8 കഥകൾ വരുന്നത്. ഈ സ്വർഗാരോഹണം ഷീട്ടാക്കിയാൽ കൂട്ടത്തിൽ അവതാരവും കൂടി ഷീട്ടാക്കണം. അതിൻ്റെ കാരണവും ഞാൻ എപ്പോഴും പറയാറുണ്ട്. സ്വർഗാരോഹണം കഥ എന്ന് പറയുന്നത് ഭഗവാൻ ഈ ധാമം വിട്ട് ഭഗവാന്റെ ധാമത്തിലേക്ക് പോകുന്ന ആ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ വിട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ഒപ്പം തന്നെ അവതാരവും കൂടെ ഷീട്ടാക്കണം എന്നാണ് പറയുക. സ്വർഗാരോഹണം കഥ കൃഷ്ണനാട്ടംകളിയിൽ എപ്പോഴാണോ വരുന്നത് അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഉറപ്പായിട്ടും അവതാരം തന്നെയാണ് ഉണ്ടാവാറുള്ളത് കേട്ടോ. അപ്പോൾ കൃഷ്ണനാട്ടംകളിയെക്കുറിച്ചൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ കുറച്ച് പേരെ കമ്പാരിറ്റീവ്ലി ആൻസർ ചെയ്തിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നത് ആൻസർ ചെയ്താൽ തെറ്റിപ്പോകുമോ എന്ന പേടിയാലാണ് പല ആളുകളും ആൻസർ ചെയ്യാത്തതെന്ന്. അങ്ങനെ വിചാരിക്കാല്ല കേട്ടോ. തെറ്റിയാൽ തെറ്റിക്കോട്ടെ, എന്നാലും നമുക്ക് ഒരവസരം ഭഗവാൻ തരുന്നതാണെങ്കിലോ, നിനക്ക് ഇതറിയുമോ എന്ന് ചോദിക്കണതാണെങ്കിലോ, അപ്പോൾ ഇത് ഇന്നതല്ലേ കൃഷ്ണ എന്ന് ചോദിച്ചാൽ ഭഗവാൻ ഇന്നതല്ല ഇന്നതാണ് എന്ന് പറഞ്ഞു തരുന്നതാണെങ്കിലോ, നമുക്കിതിനെ ഒരു രസകരമായിട്ടുള്ള ഒരു ഭഗവാനോട് ഒന്നിച്ചുള്ള കളിയായിട്ട് കൂട്ടിയാൽ മതി കേട്ടോ. ഇതിൽ തെറ്റ് പറ്റിയെന്ന് വെച്ചിട്ട് ആരും വിഷമിക്കൊന്നും വേണ്ട. കഴിഞ്ഞ ദിവസം അമ്മമാരുടെ പേര് പറയാൻ പറഞ്ഞപ്പോൾ പൂതനയുടെ പേര് പറഞ്ഞൊരു കുട്ടി ഷിമി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രം അങ്ങനെ പറഞ്ഞു പോയില്ലോ എന്ന്. ഷിമി മാത്രമല്ല, ഗീതവും എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ, പറഞ്ഞു പോയില്ലോ. അപ്പോൾ അത് എൻ്റെ മനസ്സിൻ്റെ ചിന്തയുടെ കുഴപ്പമാണോ, പൂതനയെ അങ്ങനെ കണക്കാക്കാൻ പാടില്ലേ എന്നൊക്കെ. എന്തുകൊണ്ട് കണക്കാക്കിയക്കൂടാ? ഭഗവാന് മുലയൂട്ടാനുള്ള ആ ഒരു സൗഭാഗ്യം ലഭിച്ച പൂതനയെ അമ്മമാർക്ക് നൽകുന്ന മോക്ഷം നൽകിയാണ് ഭഗവാൻ അനുഗ്രഹിച്ചത് എന്ന് പ്രത്യേകം ആചാര്യൻ എടുത്ത് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ തെറ്റിപ്പോകും എന്നുള്ള ഒരു പേടിയും വേണ്ട. ഇത് നമ്മുടെ ഒരു കൂട്ടായ്മയല്ലേ, ഇവിടെ നമുക്ക് എന്തും പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്തോളൂ. ഇന്നത്തെ ചോദ്യം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇന്നത്തെ കഥ സൽപ്രവർത്തികൾ ചെയ്താലത്തെ ഒരാളുടെ ഒരാത്മാവിന് കിട്ടുന്ന പുണ്യം എത്രത്തോളം വലുതാണ് എന്ന് കാണിക്കുന്നതാണ് കേട്ടോ. ഒരിക്കൽ ഒരു കർഷകൻ, ഒരു കൃഷിക്കാരൻ, അദ്ദേഹത്തിൻ്റെ കാർഷിക വിളവെടുപ്പിലൊക്കെ വളരെ വലിയ നഷ്ടങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് മാനസികമായിട്ട് വല്ലാത്തൊരു പ്രയാസം. അപ്പോൾ അദ്ദേഹത്തിനോട് ആരൊക്കെയോ പറഞ്ഞു കൊടുത്തു, ജാതകം ഒന്ന് നോക്കിക്കോളൂ, നല്ല നേരം എപ്പോഴാണെന്ന് നോക്കിക്കോളൂ, ദോഷപരിഹാരങ്ങൾ ചെയ്തോളൂ എന്ന്. ഇപ്പോഴും നമ്മൾ അങ്ങനെയാണ് ചെയ്യാല്ലേ. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആ ഒരു കഷ്ടകാലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഒരു ജ്യോതിഷനെ കാണാൻ തീരുമാനിക്കും. ജ്യോത്സ്യൻ്റെ അടുത്ത് പോയിട്ട് ഞങ്ങളുടെ കഷ്ടകാലം എന്നാ മാറുകയെന്ന് ചോദിക്കില്ലേ. ഇതേമാതിരി തന്നെ ഒരു ജ്യോതിഷനെ കാണാൻ തീരുമാനിച്ചു ആ കൃഷിക്കാരൻ. അങ്ങനെ ആ കൃഷിക്കാരൻ അടുത്ത ഗ്രാമത്തിലെ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ജ്യോത്സ്യനെ കാണാനായിട്ട് തൻ്റെ ജാതകമൊക്കെ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ അദ്ദേഹം പോകുന്ന വഴിയിൽ ഒരു ഒരു കാട് പിടിച്ച പ്രദേശമൊക്കെ കടന്നു വേണം അദ്ദേഹത്തിന് അങ്ങോട്ട് എത്താൻ. അദ്ദേഹം ജ്യോതിഷൻ്റെ അടുത്ത് എത്തിയ സമയത്ത് ജ്യോതിഷൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ജാതകമൊക്കെ വാങ്ങി നന്നായിട്ട് പരിശോധിച്ചതിന് ശേഷം അങ്ങ് പോയിട്ട് അടുത്ത ആഴ്ച എന്നെ കാണാൻ വരൂ, ഇപ്പോൾ തിരിച്ചു പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൃഷിക്കാരനൊന്നും മനസ്സിലായില്ല. കൃഷിക്കാരൻ വിചാരിച്ചു ഇദ്ദേഹത്തിന് വളരെ തിരക്കുള്ള മനുഷ്യനല്ലേ, അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്നോട് അടുത്ത ആഴ്ച വരാൻ പറഞ്ഞത്. ശരി, പോയിട്ട് അടുത്ത ആഴ്ച വരാമെന്ന് പറഞ്ഞ് കൃഷിക്കാരൻ തിരിച്ചുപോയി. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച ഈ ജ്യോതിഷൻ പറഞ്ഞ ദിവസം തിരിച്ചു വന്നു കൃഷിക്കാരൻ. തിരിച്ചു വന്ന സമയത്ത് വളരെയധികം അത്ഭുതത്തോടു കൂടിയിട്ടാണ് കൃഷിക്കാരൻ നോക്കിയത്. കൃഷിക്കാരനെ ജ്യോതിഷൻ നോക്കിയത്. എന്നിട്ട് ഈ ജാതകം വാങ്ങിയ സമയത്ത് ഇദ്ദേഹം ചോദിച്ചു, താങ്കൾ വീണ്ടും വന്നുവോ ചോദിച്ചപ്പോൾ, അങ്ങല്ലേ പറഞ്ഞത് ഇന്ന് വരാനായിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു,
ശരി, അങ്ങ് ഈ ഒരാഴ്ചയായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത് എന്നൊന്ന് എന്നോട് പറയൂ ചോദിച്ചു. അപ്പോൾ അതെന്തിനാന്ന് ചോദിച്ചപ്പോൾ, ഇവിടെ നിന്ന് എൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിയിട്ട് അങ്ങ് ഇത് തിരിച്ച് എൻ്റെ അടുത്തേക്ക് വരുന്ന ഈ ഒരാഴ്ച കാലഘട്ടത്തിൽ എന്തെല്ലാം ചെയ്തു എന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് എന്നോടൊന്ന് പറയൂ എന്ന് പറഞ്ഞു. അങ്ങനെ കൃഷിക്കാരൻ പറയാൻ തുടങ്ങി. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം എൻ്റെ ഗ്രാമത്തിലേക്ക് തിരിച്ച് പോകുമായിരുന്നു. നടന്നാണ് ഞാൻ പോകുന്നുണ്ടായിരുന്നത്. പെട്ടെന്നാണ് മഴ പെയ്യാൻ തുടങ്ങിയത്. മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒരു കാട് പിടിച്ച് കിടക്കുന്ന ഒരു പഴയ ഒരു ക്ഷേത്രമുണ്ട് ഈ പോകുന്ന വഴിയിൽ. അവിടെ കയറി നിന്നു. അവിടെ കയറി നിന്നപ്പോൾ എനിക്ക് ആ ക്ഷേത്രം കണ്ടപ്പോൾ തോന്നി, എന്തൊരു ജീർണാവസ്ഥയിലാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രം പുനരുദ്ധരിക്കാൻ കുറച്ച് പണം എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എന്ന് കരുതിയിട്ട് ഞാൻ ആ ക്ഷേത്രം ചുറ്റും നടന്ന് കാണുമായിരുന്നു. വളരെ ജീർണിച്ച അവസ്ഥയിലാണ്. അവിടെ പൂജകളൊന്നും കാലങ്ങളായിട്ട് നടക്കുന്നില്ല. അപ്പം ഞാൻ അതൊക്കെ എങ്ങനെയാണ് പുതുക്കി പണിയുക എന്നതിനെക്കുറിച്ച് ആലോചിച്ചു. മനസ്സുകൊണ്ട് അതെല്ലാം പുതുക്കി പണിത് അവിടെ ഒരു ഈശ്വരനെ പ്രതിഷ്ഠിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. അങ്ങനെ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് അതെല്ലാം ഇമാജിൻ ചെയ്ത് നിൽക്കുമ്പോഴാണ് മഴ മാറിയത്. തുടർന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് നടന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത കാര്യം പറയാൻ പോകുമ്പോൾ കർഷകനോട് ജ്യോതിഷൻ പറഞ്ഞു, മതി, എനിക്കുള്ള ഉത്തരമായി എന്ന് പറഞ്ഞു. അങ്ങ് എന്താണ് പറയണതെന്ന് ചോദിച്ചപ്പോൾ, അങ്ങ് ഈ ജാതകവും കൊണ്ട് ഇവിടെ വരുന്ന സമയത്ത് അങ്ങേക്ക് എൻ്റെ അടുത്തെത്തി 5-ാം നാൾ മരണം എന്നായിരുന്നു ഇതിൽ കണ്ടിരുന്നത്. ആ മരണഘട്ടമായിരുന്നു അങ്ങ് വന്ന സമയം. ആ 5-ാം നാൾ മരിക്കും എന്ന അങ്ങയുടെ ജാതക ബലത്തിന് എന്ത് പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ടല്ലോ. ഒരു പരിഹാരം ഉണ്ടായിരുന്നത് ഇതായിരുന്നു: ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ച് വിഗ്രഹം ആരാധിക്കാൻ പാകത്തിന് പ്രതിഷ്ഠിക്കുക. അതായിരുന്നു ആ ദോഷപരിഹാരം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് അങ്ങയുടെ ജീവിതത്തിൽ അഭിവൃദ്ധി മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് ഈ ജാതക പ്രകാരം കാണുന്നത്. അപ്പോൾ സ്വതവേ കാർഷിക വിളകളെല്ലാം നശിച്ച് അങ്ങ് ദാരിദ്ര്യം അനുഭവിക്കുന്ന സമയത്ത് അങ്ങേക്ക് ഒരു നല്ല നേരം എന്നാണ് വരിക എന്നറിയാൻ എന്നെ സമീപിച്ച അങ്ങയോട് ഞാൻ എങ്ങനെയാണ് ഒരു ക്ഷേത്രം പുതുക്കി പണിതാലാണ് അങ്ങേക്ക് നല്ല നേരം വരിക എന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരാഴ്ചയ്ക്ക് ശേഷം വരുമെന്ന്. അങ്ങ് വരില്ല എന്നുറപ്പിച്ചുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പക്ഷേ അങ്ങ് മനസ്സാൽ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചതുകൊണ്ടാണ് അങ്ങേക്ക് ആയുസ്, ദീർഘായുസ് ഭഗവാൻ കനിഞ്ഞനുഗ്രഹിച്ച് തന്നിരിക്കുന്നത്. ഇനി അങ്ങോട്ട് അങ്ങയുടെ ജീവിതത്തിൽ നല്ലത് മാത്രമേ നടക്കൂ. സൽപ്രവർത്തികൾ മനസ്സാൽ ചിന്തിച്ചാൽ പോലും ഈശ്വരൻ അത് അംഗീകരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനും ഇതുപോലെയാണ് കേട്ടോ. മനസ്സാൽ നമ്മളൊരു സൽപ്രവൃത്തി ആലോചിച്ചാൽ മതി, അദ്ദേഹം അത് കണക്കാക്കും. ഞാൻ ഇടയ്ക്ക് സങ്കല്പിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ മനസ്സാൽ നല്ല പ്രവർത്തികൾ എല്ലാം ചിന്തിക്കുകയെന്ന്. അപ്പോൾ പുതുതായിട്ടൊരു ഗൃഹം പണിതതാണിപ്പോൾ. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഈ ഗൃഹത്തിൽ ഒരു സപ്താഹം സംഘടിപ്പിക്കാൻ സാധിച്ചാൽ, ഒരു നാരായണീയ സപ്താഹമോ ഒരു ഭാഗവത സപ്താഹമോ ഒക്കെ സംഘടിപ്പിക്കാൻ സാധിച്ചാൽ, മുറ്റത്ത് പന്തലിട്ട് വലിയ രീതിയിൽ ആളുകൾക്ക് ഭക്ഷണം നൽകാൻ സാധിച്ചാൽ, ഉച്ചയ്ക്ക് എല്ലാ ദിവസവും അന്നദാനം മാതിരി നൽകാനും, അതുപോലെ തന്നെ എൻ്റെ പൊന്നുഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ഇവിടെ പൂജാമുറിയുടെ മുമ്പിലായിട്ട് സപ്താഹങ്ങൾ നടത്താനും ഒക്കെ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുമ്പോഴും എനിക്ക് ഈ കർഷകൻ്റെ കാര്യങ്ങൾ ഓർമ്മ വരാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഭഗവാനോട് പറയും, നടത്താൻ സാധിച്ചാലും ഇല്ലെങ്കിലും ഈ ഒരു സൽപ്രവൃത്തി എൻ്റെ ഉള്ളിൽ ഞാൻ ആലോചിക്കുന്നുണ്ടല്ലോ, ഇത് ഗുരുവായൂരപ്പൻ കാണാതെ പോയില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കണേന്ന്. ഇതേമാതിരി അനേകം ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ മനസ്സിൽ. ഈ പറഞ്ഞ പോലെ കർഷകൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ജീർണിച്ച ക്ഷേത്രം കണ്ടു കഴിഞ്ഞാലും ഞാൻ വിചാരിക്കാറുണ്ട്, എന്തുകൊണ്ടായിരിക്കുമല്ലേ ഇവിടെ ഇങ്ങനെ ജീർണാവസ്ഥയിലായത്, എന്തുകൊണ്ടായിരിക്കും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണപ്പെടുന്നത് എന്നൊക്കെ. ഇതേമാതിരി സൽപ്രവർത്തികൾ, ഇതിപ്പോൾ ക്ഷേത്രം പണിയിലോ സപ്താഹം നടത്തലോ മാത്രമല്ല കേട്ടോ, മറ്റുള്ളവർക്ക് സഹായം ചെയ്യലാണെങ്കിൽ പോലും അത് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ സന്തോഷത്തിനായിട്ട് വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്താൽ ഭഗവാൻ സന്തോഷിക്കുക തന്നെ ചെയ്യും എന്നാണ് ഈ ഒരു കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്ന് അത്രയും വിശേഷങ്ങളേ ഉള്ളൂ. ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അടുത്ത വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം കേട്ടോ.
അപ്പോൾ ഇന്നത്തെ ചോദ്യത്തിന് ആരും ഉത്തരം പറയാൻ മറക്കണ്ട. ആ ഒരു ശ്ലോകത്തിൻ്റെ രചയിതാവ് ആരാണ് എന്നാണ് ഇന്നത്തെ ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഉത്തരം പറയൂ. അതിൻ്റെ ഉത്തരവും ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ കാണാമെന്ന് വിചാരിക്കുന്നു. സർവ്വരോഗവിനാശന, സർവ്വപാപവിനാശന, സർവ്വദുഃഖ വിനാശന, സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.